സ്വാഗതം. സയന ടാരക്കാട്ടിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം ഞാൻ താങ്കൾക്ക് വേണ്ടി യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് ഏത് സ്പിരിച്വൽ ലെസണാണ് താങ്കളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയ പാതയിലാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 2 ചോയ്സ് താങ്കൾക്ക് നൽകാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ആത്മീയ പാത. 2 എന്ന് പറയുന്നത് ഈ കാർഡാണ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് താങ്കൾ കറക്റ്റായിട്ടുള്ള ആത്മീയ പാതയിലാണെന്ന് പറഞ്ഞു തരും. കൂടാതെ എന്ത് കാര്യമാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യത്തേത് നമ്പർ 1, ഇത് നമ്പർ 2. ഒന്നാണ് താങ്കൾ ചൂസ് ചെയ്തതെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ ലെസണാണ് താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ്. ധർമ്മ എന്ന് പറയും. അതായത് താങ്കളുടെ ധർമ്മ, അതായത് നമ്മുടെ ജീവിതത്തിൽ നാം വരുന്നതിനെല്ലാം ഒരു പേർപ്പസ് ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് താങ്കൾക്ക് ഈ തരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമ്മളെടുത്ത കാർഡ് 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് നമുക്ക് കണ്ടറിയാൻ പറ്റും. വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ശേഷം അതെല്ലാം ഒരു ഓർഡറാക്കി വെച്ചുകൊണ്ട് പുതിയ തൻ്റെ പാത കണ്ടുപിടിക്കാൻ തുടങ്ങുന്ന ഒരാളെയാണ് കാണുന്നത്. അപ്പോൾ ഈ കാർഡ് വന്ന അർത്ഥം അടുത്ത് തന്നെ താങ്കൾക്ക് താങ്കളുടെ ഒരു പാഷൻ കണ്ടെത്താനും ദിശാബോധത്തോടു കൂടി മുന്നോട്ട് പോകാനും പറ്റും. വേദനകൾ മനസ്സിലുണ്ടെങ്കിലും താങ്കൾക്കത് സാധിക്കും എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. ഇനി താങ്കൾ രണ്ടാമത്തെ കാർഡാണ് ചൂസ് ചെയ്തെങ്കിൽ എന്ത് പാഠമാണ് താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് മൂൺ എന്ന് പറയുന്ന കാർഡാണ്. ചന്ദ്ര എന്ന് പറയുന്നത്. മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങളുടെയും അല്ലെങ്കിൽ ഡിലൂഷൻ്റെയും കാർഡാണ്. മിഥ്യാബോധം എന്നെല്ലാം പറയും. ഇത് നമ്മുടെ ഇൻറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാനും, അതായത് ചില ഭയങ്ങൾ എന്താണ് വരാൻ പോകുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ ഉള്ളിനുള്ളിൽ ചില ഭയങ്ങളും ആങ്സൈറ്റീസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാലഘട്ടത്തെ നാം എങ്ങനെ അതിജീവിക്കണം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 5 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ആൾക്കാർ തടയുന്നതാണ് കാണുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ താങ്കൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ താങ്കൾ ഓർക്കണം, ഇതിൽ ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള താങ്കൾ മാത്രമാണ്. അതിനർത്ഥം താങ്കൾക്ക് ഈ പ്രതിസന്ധികൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ താങ്കൾ തോന്നുന്ന ഭയങ്ങളും കാര്യങ്ങളും ഒന്നും താങ്കൾ പേടിക്കേണ്ട കാര്യമില്ല. താങ്കളുടെ ഉള്ളിലെ പോരാളിയെ പുറത്തു കൊണ്ടുവരാൻ യൂണിവേഴ്സ് തരുന്നതാണ്. ഇതാണ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് താങ്കൾക്കുള്ള സന്ദേശം. ഇതിലേതാണ് താങ്കൾ ചൂസ് ചെയ്യുന്നത്? 1 ആണോ 2 ആണോ? കമൻറ്റ് ചെയ്യണം. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.